നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ബിഗ് ബോസിലെ ഒരു ചോക്ലേറ്റ് ബോയ് ഉണ്ട്. ആരാണ്? നമ്മുടെ ആര്യൻ്റെ ലൈഫ് സ്റ്റോറിയാണ് നമ്മളിന്ന് പറയണത്. നമ്മൾ വിചാരിച്ച ആളല്ല കേട്ടോ ആര്യൻ കത്തൂരിയ എന്ന് പറഞ്ഞൊരു ബംഗാളി പേരാ. കത്തൂരിയ എന്ന് വിചാരിച്ചിട്ട് ആര്യൻ്റെ അച്ഛനും അമ്മയൊന്നും ബംഗാളികളോ ആസാമികളോ ഒന്നല്ല, രണ്ടും മലയാളികളാണ്. അവർ രണ്ടുപേരും ഇവിടെ പാലാരിവട്ടത്താണ് താമസിക്കുന്നത്. ആര്യനും പാലാരിവട്ടത്ത് തന്നെയാണ് താമസിച്ച് വളർന്നത്. ആര്യൻ്റെ 10ാം ക്ലാസ്സും ഇതൊക്കെ കഴിഞ്ഞോടുകൂടി പിന്നെയുള്ള വിദ്യാഭ്യാസം മൂപ്പര് ഡൽഹിയിലും ബാംഗ്ലൂരൊക്കെ ആയിട്ടാണ് അവസാനിപ്പിച്ചത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം മൂപ്പർക്ക് സിനിമയിലേക്ക് ഒരു ചേട്ടൻ മാത്രമുള്ള ഒരു ചെറിയ കുടുംബമാണ്, അച്ഛനും അമ്മയും ചേട്ടനും ഇവനും മാത്രം. അങ്ങനെ സിനിമയിൽ അഭിനയിക്കാമെന്ന് വിചാരിച്ചുള്ള ആഗ്രഹം തുടങ്ങിയത് നമ്മുടെ ആര്യൻ കത്തൂരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂപ്പര് ഒരു കുറേ 19 ഏടിൽ അഭിനയിച്ചിട്ടുണ്ട്, പരസ്യചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അക്കാദമിയിൽ അഭിനയം പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 4 സിനിമയിൽ മൂപ്പര് അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോൾ പുതിയതായി ദുൽഖർ അഭിനയിച്ച് കഴിഞ്ഞ ഒരു പടത്തിൽ മൂപ്പര് നല്ല ക്യാരക്ടർ വരുന്നുണ്ട്. അത് വരാൻ പോകണുള്ള ദുൽഖറിൻ്റെ. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഭാവിയിലെ വാഗ്ദാനമാണ്. ഇപ്പം തന്നെ ബിഗ് ബോസിൽ വന്നതിന് ശേഷം ഒരുപാട് ഫാൻ ബേസ് നമ്മുടെ ആര്യൻ കത്തൂരിക്കുണ്ട്. അതിന് മുമ്പേ തന്നെ ആര്യൻ കത്തൂരിനെ എല്ലാവരും അറിയുന്നതാണ്. അപ്പോൾ ഈ ആര്യൻ കത്തൂരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിൽ വന്നതിന് ശേഷം ഈ ഗസയിലായിട്ടുള്ള ഒരു കാര്യത്തിൽ ഒരുപാട് ഫാൻ ബേസ് കൂടിയുണ്ട്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ആര്യൻ കത്തൂരിയ നമ്മൾ ഒരുപാട് അപവാദങ്ങൾ പറയുന്നതാണ്. എന്തൊക്കെയുണ്ടെങ്കിലും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ആര്യൻ കത്തൂരിയ നല്ല ചൊടിയും അതുപോലെ നല്ല ചുണയുമുള്ള, എന്തടി ചോദിച്ചാൽ ഏതടിയെന്ന് ചോദിക്കാനും ആരോടും സംസാരിക്കാനും കണ്ടൻറ്റുകൾ വിതറാനും പറ്റിയ ആളാണ്. ബിഗ് ബോസ് പ്രാവശ്യം എടുത്തുള്ള ആൾക്കാരിൽ നമ്മൾക്ക് മുൻഗണനയിൽ നിൽക്കുന്ന ആൾ തന്നെയാണ് ആര്യൻ കത്തൂരിയ. അതുപോലെ തന്നെ ചെറിയൊരു അബദ്ധം മൂപ്പർക്ക് പറ്റിയത്, കുറച്ച് ആ പെട്ടടിക്കുന്ന കാര്യത്തിലാണ് മൂപ്പര് ഒരു സ്വല്പം പിന്നാക്കം പോയത്. അതുകൊണ്ട് അതൊരു ഇതായില്ല. ഇവനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആകെ അധികം വയസ്സൊന്നും ആയില്ലേ, 10-26 വയസ്സായിട്ടുള്ളൂ. ഇവനെ പ്രേമിക്കാൻ വേണ്ടി അതിൻ്റെ ഉള്ളിൽ പലരും ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ അവന് അങ്ങനെ പ്രേമോ കാര്യങ്ങളായിട്ടോ യാതൊരു ബന്ധവുമില്ല. ഇപ്പോൾ ഉമ്മ വെച്ചു എന്ന് പറഞ്ഞ കാര്യത്തിലും വെറും ഫേക്കാണ്. ഇവൻ അങ്ങനെയൊന്നുമില്ല. ഈ ജിസേൽ ഇവനെ ഒരു അനിയനെ പോലെയാണ് കാണുന്നത്. അത്രയും ഇതായിട്ടാണ് അവർ ആ ബിഗ് ബോസിൽ കളിക്കുന്നത്. അപ്പോൾ ആര്യൻ കത്തൂരിയുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു ചെറിയ ലൈനിൽ നിന്ന് വന്നിട്ട് നമ്മുടെ കേരളത്തിൽ വന്നിട്ട് അവൻ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. ജിസേലായിട്ട് ചില ഡയലോഗ് പറഞ്ഞിട്ട് ഇംഗ്ലീഷാണ്. എന്താ നോളജ് എന്നറിയാം. ഒരുപാട് കഴിവുള്ള വ്യക്തിന് നമ്മൾക്ക് ഭാവിയിൽ ഒരു നല്ലൊരു നടനെ ആര്യനിൽ നമുക്ക് കാണുന്നു. പക്ഷെ അവൻ്റെ ബിഗ് ബോസിലെ പ്രകടനം കൊണ്ട് തന്നെ മതി. ഇപ്പോൾ വീണ്ടും ബിഗ് ബോസിൽ അവന് കഴിഞ്ഞ ആഴ്ചയിൽ പുറത്തു പോകേണ്ട ആളാണ്. പക്ഷേ പിടിച്ചു നിന്നു. ആ സീസണിൽ എവിഷൻ ഇല്ലാത്തതുകൊണ്ട് മൂപ്പര് രക്ഷപ്പെട്ടു. പക്ഷേ പിന്നെ മൂപ്പര് ഇപ്പോൾ എവിഷനിൽ വന്നിട്ടുണ്ടെങ്കിലും വോട്ട് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. എന്താ വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ കണ്ടൻറ്റ് വിതർന്ന ഒരാളാണ്. അപ്പോൾ നമ്മുടെ പാലാരിവട്ടം ആര്യൻ കത്തൂരിയ. അപ്പോൾ അതിനെ കളിയാക്കിയിട്ട് കുന്നംകുളം ആര്യൻ എന്ന് പറയുന്നത്, കുന്നംകുളത്തെ എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആണല്ലോ. ഇതൊക്കെയാണ് ആര്യൻ കത്തൂരിയനെ കുറിച്ച് പറയാനുള്ള, വേറെ കൂടുതലൊന്നുമില്ല. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.